മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചതിൽ SFI പ്രവർത്തകൻ അദീൻ നാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇടത്തല പോലീസ് പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടു. അബദ്ധം പറ്റിയതാണ് എന്നാണ് അദീൻ നാസർ മൊഴി നൽകിയിരിക്കുന്നത്. രാഗിൻ തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകും. രാഗിൻ, പോലീസ് എന്താണ് ഇനി അടുത്ത നടപടികൾ എടുക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച നടപടി ഉണ്ടായത്. അത് SFI ഭാരവാഹിയായിട്ടുള്ള അദീൻ നാസറിൻ്റെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടായിരുന്നത്. ഭാരത് മാതാ കോളേജ് ഇടത്തല അവിടെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ KSUവും അതോടൊപ്പം തന്നെ ABVPയും ഒക്കെ ഉയർത്തിയിരുന്നു. അവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ അവിടെ സറണ്ടർ ആവുകയായിരുന്നു എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ബെയിലുകളാണ്, ജാമ്യത്തിൽ വിട്ടുവെന്നാണ് ഇപ്പോൾ ഇടത്തല പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇയാളുടെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി. അബദ്ധം പറ്റിപ്പോയതാണ് എന്നാണ് ഇയാളുടെ മൊഴി എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും സംഭവം ഏറെ വിവാദമായിരുന്നു. SFI വ്യക്തമാക്കുന്നത് ഇയാൾ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു നേരത്തെ, അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു. പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്പനാൾക്ക് മുൻപ് ഒഴിവാക്കിയെന്നാണ് SFIയുടെ വിശദീകരണം. എന്തായാലും ഇയാൾ SFIയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കോളേജും ഇയാൾക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതേ തുടർന്നും വലിയ പരാതികൾ ഉയർന്നിരുന്നു. എന്തായാലും ഈ നിയമവിദ്യാർത്ഥി കൂടിയാണ്. നിയമവിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായത്. രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും പോലീസ് അതിൽ പിന്നീട് FIR ഇടുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു ഉണ്ടായത്. ശരി. രാഗിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.